ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, കുറേ നാളുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ വീഡിയോസിലൂടെ ഇടുന്നുണ്ട്. പക്ഷെ അത് കൂടുതലായിട്ട് ആരും കാണുന്നില്ല. അപ്പോൾ നിങ്ങളിന്ന് കുറച്ച് പേരെന്ന് പറഞ്ഞാൽ 2 പേരായിരിക്കും, 2 പേരോ ഒരാളോ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു വായി മൂടിക്കെട്ടി ഡേ ഇൻ മൈ ലൈഫ് ചേച്ചി, അല്ലെങ്കിൽ വായി മൂടി കെട്ടി ഗ്യാക് ടോക്ക് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വായി മൂടി കെട്ടിയിട്ട് വായി മൂക്കും ഇങ്ങനെ കെട്ടി വെച്ചിട്ട് വെള്ള തോർത്ത് കൊണ്ട് കെട്ടി വെച്ചിട്ട് വീട്ടു ജോലികൾ ചെയ്ത് കാണിച്ചു തരാം. വൈകുന്നേരം ഇപ്പോൾ എത്ര മണിയായി? 4:15 കഴിഞ്ഞ്. അപ്പോൾ ഇനി തൊട്ടുള്ള വീട്ടു ജോലികൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് പോയി തോർത്തെടുത്തോണ്ട് വരാം. അപ്പോൾ ഗായ്സ്, ഞാൻ വീട്ടിൽ ചെന്ന് വെള്ള തോർത്ത് നോക്കി. വീട്ടിലെല്ലാം റൂമിൽ ചെന്ന് വെള്ള തോർത്ത് നോക്കി. പക്ഷേ ആകെപ്പാടെ വെള്ളത്തോർത്ത് 2 ഉള്ളൂ. അതും അച്ഛൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് കഴുകിയിട്ടേക്കാണ് 2. ഇനി ബാക്കിയുള്ളതെല്ലാം കളർ തോർത്താണ്. ഒരു തോർത്തുണ്ട്, പക്ഷെ അത് എന്താ വയലറ്റ് പോലെ, വെള്ളയും വയലറ്റും കൂടെ ചേർന്നതുപോലെ. ഞാൻ അത് യൂസ് ചെയ്യാം. അത് അലമാരയ്ക്കകത്തുണ്ട്. അത് എൻ്റെത് തന്നെ. ഞാൻ ഇപ്പം അത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് സുഖമല്ലേ? അത് ഞാൻ ചോദിക്കാൻ മറന്നുപോയി വീഡിയോയ്ക്ക് മുന്നേ തുടങ്ങിയപ്പോൾ. അപ്പോൾ ഗൈസ്, ഈ തോർത്താണ് യൂസ് ചെയ്യാൻ പോണത്. ഇത് വെള്ള തോർത്തല്ല, എന്നാലും കുഴപ്പമില്ല. ഇത് യൂസ് ചെയ്ത് എങ്ങനെ വീട്ടുജോലി ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സമയം 4:20 അമ്മ അവിടെ ഇരിപ്പുണ്ട്. അമ്മയെ കൊണ്ട് ഹായ് പറയിപ്പിക്കാം. അമ്മ ഹായ് പറയാൻ പറഞ്ഞാൽ പറയൂല, കൈ മാത്രമേ എടുത്ത് കാണിക്കും. അമ്മ ഹായ് പറ. ഹായ്. അപ്പോൾ ഗൈസ്, ഈ തോർത്ത് ഞാൻ ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇതിനിങ്ങനെ പിടിച്ച് നമുക്ക് കെട്ടി വയ്ക്കാം. ഗൈസ്, അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ പറഞ്ഞു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തല തിരിച്ച് പറയുന്നില്ല. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റും വീഡിയോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഗൈസ്, നമുക്കിനി പോവാം വീഡിയോയിലേക്ക്. കേട്ടാ. ഞാൻ കെട്ടി വെച്ചു. ഇറുക്കിയാണ് കെട്ടി വെക്കുന്നത്. ഇതൊക്കെ ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പോയി വീട് ചൂലുകൊണ്ട് അടിച്ചു വാരിയിട്ട് വരാം. അപ്പൊ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ അടിച്ചു വരാം. ആദ്യം എൻ്റെ റൂമിൽ തുടങ്ങാന്ന് കരുതി. ഇവിടെ എപ്പോൾ തൂത്താലും നല്ല പൊടിയുണ്ട്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമുണ്ട്. മെനിഞ്ഞാന്നാണ് വീട് തുടച്ചത്. എന്നാലും നല്ല മഴ ആയതുകൊണ്ട് പുറത്തൊക്കെ പോയിട്ട് വരണോണ്ട് ചെറിയ രീതിയിൽ കാലിൻ്റെ അടയാളമൊക്കെ വീണിട്ടുണ്ട്. ഇവിടെ 2 ബെഡ് അറ്റാച്ച് ചെയ്താണ് ഇട്ടേക്കണത്. ഒന്ന് എനിക്കും ഒന്ന് എൻ്റെ അനിയത്തിക്കും. പക്ഷെ അമ്മയ്ക്ക് ഇപ്പോൾ സർജറി കഴിഞ്ഞുകൊണ്ട് അമ്മ എൻ്റെ കൂടെയാണ് അന്ന് കിടക്കണത്. ഞാനും എൻ്റെ അനിയത്തിയും ഒരു ബെഡിൽ കിടക്കും, അമ്മ ഒരു ബെഡിൽ കിടക്കും. ഈ റൂമിൽ തുണിയൊക്കെ വിരിച്ചിട്ടേക്കാണ്. മഴ ആയതുകൊണ്ട് പുറത്തൊന്നും ടെറസിൻ്റെ മണ്ടയിലൊന്നും തുണി വിരിക്കാൻ പറ്റില്ലല്ലോ, വെയിലില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് റൂമിൽ ഫാൻ കാറ്റിൽ ഉണങ്ങാനായിട്ടാണ് ഇട്ടേക്കണത്. ഞാൻ പറയണത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റണമെന്ന് എനിക്കറിയാം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ റൂം അടിച്ചു വാരി കഴിഞ്ഞു. ഇനി അടുത്ത റൂമിലോട്ട് പോകണം. റൂം തൂക്കണത് അത്ര പാടുള്ള കാര്യമല്ല. എനിക്ക് പാടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പാത്രം കഴുകാനാണ്. അത് മാത്രമാണ് ഞാൻ മടി കാണിക്കണത്. ബാക്കി എന്തും അങ്ങ് ചെയ്യും. പിന്നെന്താ? അപ്പം നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ മാറ്റി കെട്ടി മുഖത്തുനിന്ന് അത് ഊരി മാറ്റി. എനിക്ക് മുഖത്തത് കിട്ടുന്നപ്പോൾ എന്തോ ശ്വാസം മുട്ടുന്ന പോലെ. അപ്പം ഞാൻ മുഖത്തുനിന്ന് അത് ഊരി മാറ്റി ഏതായാലും. അപ്പോൾ ഗൈസ്, ഞാൻ വീട് തൂത്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് തൂത്തു. പരിസരം ഇപ്പം വൃത്തിയാക്കാൻ പറ്റില്ല, കാരണം മഴ പെയ്തിരിക്കണോണ്ട് ചവറൊന്നും നീങ്ങൂലല്ലോ. ഇനി നമുക്ക് പോയി പാത്രം കഴുകാം.
അപ്പം നേരെ നമുക്ക് അടുക്കളയിലോട്ട് പോകണം. അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങനെ കിട്ടിയത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. ഇതാണോ മറ്റേതാണോ നല്ലത്? എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് മറ്റേതാണ്. അതാകുമ്പോൾ ഒതുങ്ങിയിരിക്കും. പക്ഷെ നെറ്റ് കയറുമെന്നൊരു പേടി, അതുകൊണ്ടാണ് ഞാൻ മാറ്റി കെട്ടിയത്. നെറ്റ് കയറാതിരിക്കാൻ എന്താ പരിഹാരം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുക്കളയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് അടുക്കളയിലോട്ട് പോവാം. ഗൈസ് ഇവിടെ അമ്മു ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അമ്മു ഇങ്ങ് വാ. മഴ ആയതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഗേറ്റിൽ കൊണ്ടുവന്ന് കെട്ടിയേക്കാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അടുക്കളയിലോട്ട് വന്നു. ഇത്ര പാത്രമേ ഉള്ളൂ, ഇതിന് കഴുകിയെടുക്കണം. ഈ പാത്രം ഞാൻ കഴുകിയിട്ട് ഇനി ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ് ഇന്ന് പാത്രം കുറച്ചേ ഉള്ളൂ. ഉച്ചയ്ക്ക് തന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴുകിയെടുത്തുകൊണ്ട് കുറച്ചേ ഉള്ളൂ. കഴിച്ചത് മാത്രമേ ഉള്ളൂ. കഴിച്ചതായിട്ടുള്ള മുണ്ടയും ഗ്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് ക്ഷീണിച്ചു ഗൈസ്. കാരണം ഞാൻ ഇപ്പോൾ തുണി കഴുകിയിട്ട് വന്നു. പോയി കല്ലിലാണ് അരച്ച് കഴുകിയത്. വാഷിംഗ് മെഷീൻ ഉണ്ട്, പക്ഷേ എൻ്റെ തുണി ചിലത് നമ്മുടെ ചില കോട്ടൺ തുണി നമ്മളങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടാറില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഇടാത്തത്. അതിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വാഷിംഗ് മെഷീനിൽ ഇടാതിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് പാൽ കൊടുക്കാനുള്ള സമയമായി. അമ്മയ്ക്കിപ്പോൾ പാൽ കുടിക്കാനുള്ള സമയമുണ്ട്, പക്ഷെ പാൽ കൊണ്ടുവരണ ആൾ ഇതുവരെ വന്നില്ല. അമ്മയ്ക്ക് പശുവും പാലാണ് കൊടുക്കണത്. അപ്പോൾ പ്യുവർ പശുവും പാലേ എൻ്റെ അമ്മ കുടിക്കുമെന്നാണ് പറയണത്. ഞാൻ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ചിരിക്കണ്. വൈകുന്നേരത്തെ ജോലി ഒരുവിധം എല്ലാം കഴിഞ്ഞു. ഇനി ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. ഇന്ന് കടയിലെ പാത്രം ഞാനാണ് കഴുകേണ്ടത്. ഒരു ദിവസം ഞാൻ, ഒരു ദിവസം എൻ്റെ അനിയത്തി, അങ്ങനെയാണ് കഴുകണത്. അപ്പോൾ ഗൈസ് നിങ്ങൾ മാക്സിമം വീഡിയോസ് കാണാൻ ശ്രമിക്കുക. വാച്ച് അവർ വളരെ കുറവാണ്. അതെങ്ങനെയെങ്കിലും എനിക്ക് കൂട്ടിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ മടി പിടിച്ചിരുന്ന് പോവും, എന്നാലും ശ്രമിക്കാം. നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യുക, നല്ല പറ്റൂ. ഗൈസ് ഞാൻ മിക്സർ കഴിക്കുകയാണ്. എനിക്ക് മിക്സർ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ ഗൈസ് എന്താ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കി എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം. ഇവിടെ ഒന്നും ലൈറ്റ് ഇട്ടില്ല ഞാൻ. ഇന്നുണ്ടാക്കിയത് ചോറുണ്ട്, ചീരത്തോരനാണ്. ഇത് എല്ലാവരും കഴിച്ചപ്പോൾ തീർന്നതാണ് ഗൈസ്, കുറച്ച് തോനെ ഉണ്ടായിരുന്നു. പിന്നെ മീൻകറിയുണ്ട്, നല്ല ചൂര മീൻ കിട്ടിയിട്ടുണ്ട്. ആ മീൻകറിയാണ് കഴിച്ചത്. പിന്നെ രസം ഉണ്ടാക്കി. ഇത്രയൊക്കെ ഉള്ളൂ ഉച്ചയ്ക്ക്, ഇതൊക്കെ പോരെ. പിന്നെ എന്താ, കടല ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. രാത്രി കടല തേങ്ങയൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ചുണ്ടാക്കാമെന്ന് കരുതി. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെന്താ, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.